നിങ്ങൾ മാൾട്ടയിൽ ചെന്നാൽ അവിടെ നിന്ന് ഓസ്ട്രേലിയ, UK, അയർലൻഡിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാം. അതിനൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മോടൊപ്പം എജുസ്ട്രീം ഓവർസീസിൻ്റെ ചീഫ് കോർഡിനേറ്റർ ഷിൽജോ എസ്ഡോർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഷിൽജോനോട് നമസ്കാരം. ഷിൽജോ, നമസ്കാരം. എന്താണ് ഇതിൻ്റെ ഒരു ട്രിക്ക്? ട്രിക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ്. GNM, പോസ്റ്റ് BSc, BSc, MSc ചെയ്തേക്കുന്ന നഴ്സസിന് 6 മന്തിന്റെ ഒരു ഇന്റഗ്രേഷൻ പ്രോഗ്രാം നമുക്ക് മാൾട്ടയിൽ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഇവർ ഈ 6 മന്തിന്റെ ഇന്റഗ്രേഷൻ പ്രോഗ്രാം മാൾട്ടയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 1 ഇയർ മാൾട്ടയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൾട്ട ഗവൺമെന്റ് ആയിട്ട് ഓസ്ട്രേലിയ, UK, അയർലൻഡ് ഗവൺമെന്റുകൾക്ക് കുറെ അഗ്രിമെന്റ്സും ട്രീറ്റീസും ഒക്കെ ഉണ്ട്. അപ്പൊ അത് പ്രകാരം അവിടെ നിന്ന് ഇവർക്ക് ഹസിൽ ഫ്രീ ആയിട്ട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവർക്ക് ഈ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അവരെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ അവർ വേറെ പോണ്ടേ? അതെ, നമ്മൾ 6 മന്തിന്റെ ഇന്റഗ്രേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരെ മാൾട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് അതോടൊപ്പം തന്നെ അവർക്ക് പാർട്ട് ടൈം ജോബ് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലസ് അവരവിടെ ചെന്ന് 6 മാസത്തെ ഈ ഇന്റഗ്രേഷൻ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അവർക്ക് അവിടെ നഴ്സായിട്ട് പ്ലേസ്മെന്റ് കാര്യങ്ങൾ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതെ, ഓക്കെ. ഇത് ആദ്യം ഇതിനെത്ര ചെലവ് വരും? ഇതിന് ആക്ച്വലി എക്സ്പെൻസ് വരുന്നത് വെച്ചാൽ ഈ 6 മാസത്തെ പ്രോഗ്രാം ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഇവർ ചെയ്യുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ എക്സ്പെൻസ് വരുന്നത് 5500 euro ആണ് അതിന്റെ ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അതിൽ ഇനീഷ്യലി ഇവര് 250 euros മാത്രം അടച്ചാൽ മതി. ഇവിടെ അടച്ചാൽ മതി. അത് നമ്മുടെ അക്കൗണ്ടിലല്ല അടയ്ക്കേണ്ടത്, യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലാണ് ഇവർ അടയ്ക്കേണ്ടത്. ദെൻ ഇവർക്ക് ഓഫർ ലെറ്റർ വരും. ദെൻ ഇവർക്ക് വിസ വന്നതിന് ശേഷം ബാക്കി എമൗണ്ട് ഇവർ യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ബാക്കി എമൗണ്ടും അടച്ചാൽ മതി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകാമെന്നാണ് നമ്മൾ. അതെ, അത് അത്രയും ഈസിയാണല്ലേ? ഈസിയാണ്. നമ്മൾ എല്ലാ മാസവും നമ്മൾ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു 15+ ബാച്ച് ആൾക്കാരുടെ ബാച്ച് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. പലരും ഇപ്പം പിന്നെ UK പോകാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് ഇത്. നിങ്ങൾക്ക് ശരിക്കും ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം താല്പര്യമുള്ളവർക്ക്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മളിപ്പോൾ കുറച്ച് കെയർ ടേക്കേഴ്സ് അല്ലേ, കെയർ ടേക്കേഴ്സിനെ മാൾട്ടയിലേക്ക് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ മാൾട്ടയിലേക്ക് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. അതെങ്ങനെയാണ് അതിൻ്റെ? ആക്ച്വലി അതും ഇതുപോലെ ഒരു 1 ഇയറിന്റെ പ്രോഗ്രാം ആണ്. ആർക്കും ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ഒരു കെയർ ഗിയർ ആവാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ 1 ഇയറിന്റെ പ്രോഗ്രാം ആണ്. 2 സെം പോലെ 2 സെഗ്മെന്റ് ആയിട്ടാണ് അവർ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അവിടെ ചെന്നതിന് ശേഷം ഇവര് വർക്ക് ചെയ്യുക, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലസ് അതിൻ്റെ ഒപ്പം ഇവർക്ക് ഈ ഹെൽത്ത് കെയർ ആവാനായിട്ടുള്ള കോഴ്സ് അവരവിടെ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കും. ദെൻ 1 ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തന്നെ ഇവർക്ക് പ്ലേസ്മെന്റ് എടുത്തു കൊടുക്കും. അപ്പൊ അതൊരു നൈസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടായാൽ മാത്രം മതി. IELTS കാര്യങ്ങളൊന്നും വേണ്ട. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ആർക്കും വേണമെങ്കിലും അതിൽ അപ്ലൈ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഒരുപാട് ഫ്രോഡ് കേസുകൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ ആൾക്കാർക്ക് എങ്ങനെ നമുക്കിത് വിശ്വസിക്കാം? ആക്ച്വലി നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് ഈ എമൗണ്ട് ഒന്നും നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് ഇവർ ഈ ഫണ്ടിങ് കാര്യങ്ങളെല്ലാം അടയ്ക്കേണ്ടത്. നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നില്ല. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. ഫണ്ട് വാങ്ങിക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമ്മള് കൈ കൊണ്ട് ഫണ്ട് വാങ്ങിക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റ് എടുത്ത് ഇവരുടെ യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലേക്കാണ് ഫണ്ടിങ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ ഇവരുടെ പ്രോസസ്സിങ് കാര്യങ്ങൾ A to Z പ്രോസസ്സിങ് ഇവര് മാൾട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ പിക്കപ്പ്, അക്കോമഡേഷൻ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം ഈ ജർമ്മനിയിലേക്ക് എങ്ങനെയാണ്? ഫ്രീ ആയിട്ട് പോകുന്നില്ലേ? അത് ഇപ്പൊ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഫ്രീ എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ബാക്കിൽ ഹിഡൻ ആയിട്ടുള്ള? അതിലിപ്പോ നമുക്ക് വന്ന കുറെ കമന്റ്സിൽ തന്നെ കാണാം ഇത് ഉടായിപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നെ. ആക്ച്വലി നമ്മള് ഇത് ഉടായിപ്പ എന്ന് പറഞ്ഞിട്ട് പല ഇതുകളും ഉണ്ട്. ഇതിൽ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയർ ആണ് ഇതിന്റെ എല്ലാ ഫണ്ടിങ് സ്പോൺസർ ചെയ്യുന്നത്. ഫ്രീ അല്ല, ഒന്നും ഫ്രീ അല്ല. നമുക്ക് ഫണ്ടിങ് എംപ്ലോയർ ആണ് ഫണ്ട് തരുന്നത്. അതെ, എംപ്ലോയർ ഫണ്ട് തരുന്നു. ഇപ്പൊ ഇവരെ പഠിപ്പിക്കണ കാശ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ എജുസ്ട്രീമിൽ വരുന്ന ഒരു കാൻഡിഡേറ്റ് ഒരു GNM അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ പോസ്റ്റ് BSc MSc കഴിഞ്ഞ ഏത് നഴ്സുമാരായാലും ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമ്മൾ അവരെ ഫ്രീ ആയിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ദെൻ അവർ എഴുതുന്ന എക്സാം ഉണ്ട്, ഗോയിത്തെ ടെൽക്ക് അല്ലെങ്കിൽ OSD. ഇതിന്റെ ഫീസ് നമ്മൾ റീഇംബേഴ്സ്മെന്റ് ചെയ്തവർക്ക് കൊടുക്കും. ദെൻ ഇവരുടെ വിസ ഫീസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, A to Z കാര്യങ്ങൾ നമ്മൾ എംപ്ലോയറെ കൊണ്ട് സ്പോൺസർ ആയിരിക്കും. അങ്ങനെയാണ് ഇത് 0 കോസ്റ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതല്ലാണ്ട് ആർക്കും ഒന്നും തന്നെ ഫീസ് ഇല്ലാണ്ട് നമുക്കൊരു സ്ഥാപനം റൺ ചെയ്യണമെങ്കിലും ഇപ്പൊ ഇവരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് നമ്മൾ ഫീസ് കൊടുക്കണമെങ്കിലും
ഇതിനെല്ലാത്തിനും ഫണ്ട് ആവശ്യമാണ്. ഈ ഫണ്ട് എല്ലാം തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ജർമ്മനിയിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് 35ഓളം ഹോസ്പിറ്റൽ ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് എഗ്രിമെന്റ്സ് കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഒരു 7000ഓളം നഴ്സസിനെ പെർ ഇയർ അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മള് ഒരു മറ്റേതിൽ പറയുന്ന മീഡിയേറ്റർ ആണ്. നമ്മൾ പറയുന്ന പോലെ ഒരു പാലട്ട അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം എന്ന് പറയുന്ന മാതിരി അവര് നമുക്ക് അവിടെ നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഫണ്ടിങ് സ്പോൺസർ ചെയ്ത് ഇവിടുന്ന് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പൊ ചെറിയ സംശയം, നമ്മളിപ്പോ ഒരാൾ ചെന്നപ്പോ A മുതൽ B2 വരെ വരണം, അതിന്റെ ഇടയിൽ ബ്രേക്ക് ആയി കഴിഞ്ഞാലൊക്കെ പ്രശ്നങ്ങൾ വരില്ല? അതൊക്കെ ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്ന ഒരു സംഭവമാണ്. അതെ, ഇതിൽ ആക്ച്വലി ഇതാണ് നമ്മൾ പറയുന്നത്, ഒന്നും ഫ്രീ അല്ല എന്ന് നമ്മൾ പറയുന്നത്. ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇനീഷ്യലി ഇവരെന്ത് ചെയ്യണം, ഫീസ് അടയ്ക്കണം. നമ്മളിവിടെ A1 B1 A2 അല്ലെങ്കിൽ B2 എല്ലാത്തിനും നമ്മൾ 6000 റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇനീഷ്യലി ഇവർ ഈ ഫീസ് ഇവിടെ അടയ്ക്കുക, ലാംഗ്വേജ് പഠിക്കുക, ദെൻ അതിനുശേഷം ഇവര് എക്സാം എഴുതാം. ഇവർ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എംപ്ലോയർ കൊണ്ട് ഈ ഫീസ് ഇവർക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്തു കൊടുക്കും. ടോട്ടൽ നമ്മൾ A1 തൊട്ട് B2 വരെ പഠിക്കാനായിട്ട് 36,000 റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതെ, അത് A1 6000, A2 6000, B1 2 സെക്ഷനാണ്. അപ്പൊ 6000 ദെൻ B2 അതുപോലെ 2 സെക്ഷനാണ്. അപ്പൊ 6000, അങ്ങനെയാണ് 36,000 രൂപ വരുന്നത്. ദെൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ദൂരെയുള്ള കാൻഡിഡേറ്റ്സിന് നിന്ന് പഠിക്കാനായിട്ടുള്ള ഫെസിലിറ്റി, ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ഇത് വരുമ്പോഴും 6000-നും 7500-നുള്ളിൽ ഒരു അക്കോമഡേഷന്റെ ഒരു ഫെസിലിറ്റീസ് അനുസരിച്ച് റേറ്റ് വരുന്നുണ്ട്. ഇതും നമ്മൾ ഇവർ പേയ്മെന്റ് ചെയ്യുക. ദെൻ ഇവർ ലാംഗ്വേജ് പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ എംപ്ലോയർ കൊണ്ട് നമ്മളും ഇതും ഇവർക്ക് റീഫണ്ട് അയച്ചു കൊടുക്കും. അപ്പൊ ഇനീഷ്യലി ഒരു ചെറിയ കോസ്റ്റ് ഇവരുടെ കയ്യിൽ നിന്ന് വരും. ബട്ട് ഇവർ ലാംഗ്വേജ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ 0 കോസ്റ്റിൽ ഈ എല്ലാ ഫണ്ടും ഇവർക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കിട്ടും. 1 രൂപ പോലും ഇവരുടെ കയ്യിൽ നിന്ന് ചെലവ് വരും. ഒരാൾ B1 വരെ എത്തിയുള്ളൂ, അയാൾക്ക് കടക്കാൻ പറ്റില്ല, അപ്പൊ കൊണ്ടുപോകണെങ്കിൽ B1 ഫുൾ മൊഡ്യൂൾ അവർ എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ അവരെ കൊണ്ടുപോകും. B2 അവർ അവിടെ ചെന്നതിന് ശേഷം എഴുതിയെടുത്താൽ മതി. ഇൻ കേസ് അവിടെ പോയിട്ട് എഴുതിയെടുക്കാൻ പറ്റിയില്ലല്ലോ, എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അവർക്ക് അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഇവർ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ലാംഗ്വേജിന്റെ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ B1 ഫുൾ മൊഡ്യൂൾ വെച്ചിട്ട് മാത്രമല്ല B2 ഫുൾ മൊഡ്യൂൾ വെച്ചിട്ടും കാൻഡിഡേറ്റ്സിന് കൊണ്ടുപോകും. അതല്ല B2ന്റെ 2ഓ 3ഓ മൊഡ്യൂൾ പാസ്സായ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും നമ്മൾ ഫുള്ളി സ്പോൺസർ ചെയ്ത് ഇവരെ കൊണ്ടുപോകും. ഇവർ ഭാഷ സംസാരിക്കണം എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവർക്ക് ഇന്റർവ്യൂ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കും. അപ്പൊ ഫെയിൽ ആവാനോട് ചാൻസ് കുറവാണ്. നമ്മൾ ഇവർക്ക് എത്ര സാലറി പ്രതീക്ഷിക്കാം? സ്റ്റാർട്ടിങ് ഇവർക്ക് ഒരു 2.5 ലക്ഷം രൂപ, രജിസ്റ്റേർഡ് നേഴ്സ് ആവുമ്പോൾ 2.5 ലക്ഷം രൂപ ബേസിക് സാലറി ഇവർക്ക് ലഭിക്കും. അവിടെ ടാക്സ് ഒക്കെ ഇല്ല? ടാക്സ് ഉണ്ട്. ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ആക്ച്വലി നമ്മുടെ ഇവിടെ പലരും പറയുന്നുണ്ട് 4 ലക്ഷം 5 ലക്ഷം സാലറി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ടാക്സിന് മുമ്പുള്ള സാലറി എമൗണ്ട് ആണ് ഇത് പറയുന്നത്. ദെൻ ടാക്സ് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് 2.5 തൊട്ട് 3.5 ലക്ഷം രൂപയുടെ ഉള്ളിൽ നമുക്ക് സാലറി ആയിട്ട് കിട്ടും. അപ്പൊ ഇനിയും കൂടുതൽ വാക്കൻസീസ് വന്നുകൊണ്ടിരിക്കില്ലേ? നമുക്ക് ഇഷ്ടംപോലെ വാക്കൻസീസ്. നമുക്ക് ഈ വീഡിയോയിൽ ഇത് ഉത്തരം മതി, ആൾക്കാർ ഇത് കുറച്ച് കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത് പറയാം. ഡെഫിനറ്റ്ലി. അപ്പൊ എന്തായാലും നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓസ്ട്രേലിയ, UK, അയർലൻഡിലേക്ക് പോകാം, ഒരു മാൾട്ട വഴി പോകാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ജർമ്മനിയിലേക്ക് ഫ്രീ ആണ് ആക്ച്വലി, പക്ഷെ അത് ഫ്രീ അല്ല. നിങ്ങൾ കുറച്ച് എഫർട്ട് എടുത്താൽ നിങ്ങൾക്ക് ആ പൈസ എല്ലാം തിരിച്ചു കിട്ടുന്ന കണ്ടീഷനിലാണ് അത് ചെയ്യുന്നത്. അതുമാതിരി മാൾട്ടയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ എജുസ്ട്രീം ഓവർസീസ് എന്ന നമ്മുടെ ചാലക്കുടിയിൽ കണ്ണമ്പുഴ റോഡിലുള്ള ഈ ഒരു സ്ഥാപനം. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു കെയർ ഗീവർ പോസ്റ്റിലേക്ക് പോകാൻ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ പൈസ പോയൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ സാധിക്കും. കാരണം വെച്ചാൽ ഇവരായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല, എല്ലാം സ്പോൺസറിങ് ആണ്. യൂണിവേഴ്സിറ്റി ത്രൂ മാത്രമാണ് എല്ലാ ഡീലിങ്സ് നടക്കുന്നത്. അതുകൊണ്ട് വിശ്വസിച്ച് ധൈര്യമായിട്ട് വരാം. ഞങ്ങൾ ഈ ഒരു എജുസ്ട്രീം ഓവർസീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക്സ്.